മഞ്ചേരി ടു ബാംഗ്ലൂർ. എൻ്റെ ഡേ 1 തുടങ്ങിയത് അതിരാവിലെ 4:15 ജസ്റ്റ് പല്ല് തേച്ച് കുളിച്ച് റെഡിയായി. ശരിക്കും പറഞ്ഞാൽ കൃത്യം 5 മണിയായപ്പോൾ എൻ്റെ അനിയനാക്കി എന്നെ ചിഞ്ചുവിൻ്റെ വീട്ടിലാക്കി. അവിടുന്ന് പ്രീനെ പിക്ക് ചെയ്ത് 5:30 ആയപ്പോൾ ഷാഹിന മാമിനെ പിക്ക് ചെയ്ത് ഞങ്ങൾ യാത്ര തുടങ്ങി. നിലമ്പൂർ റോഡ് എത്രമാത്രം മനോഹരമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് ഒപ്പിയെടുക്കാനാണ് ഞാൻ മുന്നിൽ തന്നെ ഇരുന്നത്. ഒരു ലോറി ഡ്രൈവർ ചേട്ടൻ്റെ കൃപ കാരണം ആ ഒപ്പിയെടുക്കൽ ശരിക്കും നടന്നില്ല. ഒരല്പം പോലും സൈഡ് തരില്ല എന്നുള്ള മട്ടാണ് ആൾക്ക്. എന്തായാലും ആ ചേട്ടൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് ഞങ്ങൾ. കാരണം ഞങ്ങളുടെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നടക്കുന്ന ഞങ്ങളുടെ ആഗ്രഹമല്ലേ അതിനു മുകളിലായിട്ട് നിന്നത്. അങ്ങനെ എടക്കര വഴിക്കടവ് വഴി നാടുകാണി ചുരത്തിലെത്തി. ചുരം കയറി പകുതിയായപ്പോൾ ഷാഹിന മാമിൻ്റെ ഒരു ചോദ്യം, വിശക്കുണ്ടോ? വിശക്കുന്നുണ്ട്, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള വിശപ്പില്ല. കാരണം സമയം 6:45 ഉള്ളൂ. ഇത് പറഞ്ഞപ്പം അത് ഒരു വലിയ ബൗൾ നൂഡിൽസ് മുന്നിലെത്തി. പിന്നെ വണ്ടി സൈഡാക്കി ആ നൂഡിൽസ് അകത്താക്കി. താങ്ക് യു ഷാഹിന മാം. രാവിലെ എണീറ്റ് കരുതലോടെ ദിവസത്തെ ആദ്യത്തെ ഭക്ഷണം തന്നതിന് നന്ദി. ഞങ്ങളുടെ സിംഗപ്പെൺ. ഈ കാറിൽ ഞാനൊഴികെ ബാക്കി 3 പേരും കാർ ഓടിക്കുന്നവരാണ് കേട്ടോ. ഇതുവരെ കാർ ഓടിച്ചത് ചിഞ്ചു ആയിരുന്നു. ഗൂഡല്ലൂർ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പ്രീ ഓടിക്കുമെന്നായിരുന്നു പ്ലാൻ. സോ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഫ്രഷായി. പക്ഷെ പെട്ടെന്നാണ് പ്രിയുടെ കാലിൽ ആ നീര് ശ്രദ്ധിച്ച്. അപ്പോൾ ചിഞ്ചു പറഞ്ഞു, ഞാൻ ഓടിച്ചോളാം. ശരിക്കും ബാംഗ്ലൂർ വരെ ചിഞ്ചു തന്നെയാണ് കാർ ഡ്രൈവ് ചെയ്തത്, ഞങ്ങളുടെ അടുത്ത സിംഗപ്പെണ്ണ്. ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം കാട്ടിലൂടെ യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ. ബട്ട് ദിസ് ടൈം ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. ആൻറ്റിസിപ്പേഷൻ അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് തന്നെ പറയാം. മുതുമലൈ ടൈഗർ റിസർവിൻ്റെ അകത്ത് ആ കവാടം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടങ്ങിയപ്പോൾ ആദ്യം ഞങ്ങളെ വെൽക്കം ചെയ്തത് നല്ല ഭംഗിയോടെ പൂത്ത് നിൽക്കുന്ന ആ ഗുൽമോഹർ മരങ്ങളായിരുന്നു. ഗുൽമോഹർ കഴിഞ്ഞ് പിന്നെ കൗതുകം ഉണ്ടാക്കിയത് കൊന്നമരങ്ങളായിരുന്നു. ഇളം മഞ്ഞ, അല്ല ഓൾമോസ്റ്റ് വൈറ്റ് കളർ കൊന്ന. ഇനി കുറച്ച് മാങ്ങാഴ്ച ആൻഡ് സൊറവാഴ്ച. കുറച്ചൊരു ഡിഫറെൻ്റ് അല്ലേ ആ കുരങ്ങിന്? അങ്ങനത്തെ ഉണ്ടാവും ഇവിടെ. മുഖം കറുപ്പായിട്ട്, മുഖം കറുപ്പോ, ബോഡി കുറച്ചും കൂടി ഗ്രേ കളർ അല്ലേ? ഇവിടെ ഒന്നും കാർ നിർത്താൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങളൊന്ന് സ്ലോ ഡൗൺ മാത്രം ചെയ്തു. പിന്നെ കണ്ടത് ഒറ്റക്കൊമ്പനെയാണ്. തുടരും സിനിമയിലെ പോലെയല്ല, ഇവനൊരു പാവ ഒറ്റക്കൊമ്പനായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ മുതുമലൈ ടൈഗർ റിസർവിന് ടാറ്റ പറഞ്ഞു. മുതുമലയ്ക്ക് ടാറ്റ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു പാലം കടന്ന കർണാടക സ്റ്റേറ്റായി. അതാണ് നമ്മളെ ഇനി വെൽക്കം ചെയ്യാൻ പോണത്. ഇതിപ്പോൾ എപ്പോഴും പോലെ ഒരു ലോറി ഞങ്ങളെ മുന്നിൽ വിട്ടു. ഞങ്ങളെ കാഴ്ചയ്ക്കൊരു മുടക്കം വരുത്തണമല്ലോ. ആ പാലം കഴിഞ്ഞ് കർണാടക സ്റ്റേറ്റ് നമ്മളെ വെൽക്കം ചെയ്ത് കഴിഞ്ഞ് നമ്മളെത്തുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്കാണ്. ഇനി അതിമനോഹരമായ കാട്ടുവഴിയിലൂടെ ദേ കണ്ടില്ലേ വീണ്ടും ലോറി. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ ഞങ്ങൾ കണ്ടു മാനുകൾ, ആനകൾ. ഈ കിലുക്കൻ സിനിമയിലെ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്.
ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. 2 സ്റ്റേറ്റിൻ്റെ ടൈഗർ റിസർവിലൂടെ കടന്നു പോയിട്ടും ഒരു ടൈഗറിനെ പോലും കാണാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമം എന്തായാലും ഉള്ളിലൊതുക്കി ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഗുണ്ടൽപേട്ട് എത്തിയപ്പം നല്ല കരിക്കൊക്കെ കുടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളെ യാത്ര തുടർന്നു.